ക്ലോക്ക് ടവർ ലാക് ചൗക്ക് കേട്ടോ. ആ കാണുന്നുണ്ടോ, അതാണ് ലാക് ചൗക്കിലെ ക്ലോക്ക് ടവർ. പ്രധാനമന്ത്രി വന്നിട്ട് കൊടി ഉയർത്തിയ ഇതാണ് കേട്ടോ. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഇന്ത്യൻ ഫ്ലാഗ് ഉയർത്തുന്നതെന്നാണ് അന്നൊക്കെ പറയുന്നത്. ഇവിടെ ഭയങ്കര തിരക്കാണ്, നോക്കി എന്തോ ജനമാണ്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ ഇവിടെ നല്ലപോലെ രസം വരണമെങ്കിൽ ഒരു സന്ധ്യസമയമൊക്കെ ആവണം. ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസമായിരിക്കും കാണാൻ. അല്ലാതെ ഒരു 4 മണി 3 മണി സമയത്തൊക്കെ അത്ര വലിയൊരു ഗുമ്മില്ല. ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അടിപൊളിയാവും. ഇപ്പോൾ സമയം ഏകദേശം 3:30 കഴിഞ്ഞു. ഏകദേശം 5 മണി ആകുമ്പോഴത്തേക്കൊക്കെ ഇവിടെ ശരിക്കും സന്ധ്യയാവും. അപ്പം അടിപൊളിയായിരിക്കും. ബാക്കി കാഴ്ചകൾ അതിന് ശേഷം. ഞങ്ങൾ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇന്ന് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇന്നിവിടെ വെയിറ്റ് ചെയ്യാം. ഇതുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരും എല്ലാം ഉണ്ട്. ശരിക്കും ഇവിടെ എല്ലാം കണ്ടോ, ആൾക്കാർക്ക് ഇരിക്കാനും എല്ലാം ഉള്ള ഒരു സിസ്റ്റം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം മിലിറ്ററിയാണ് കേട്ടോ. അതുകൊണ്ട് ഒരു സിഖുകാരൻ ചേട്ടൻ ഇരിക്കുന്നുണ്ടോ. അതുപോലെ തന്നെ ഇവിടെ എപ്പോഴും ഇവരുടെ ഒരു സിസ്റ്റത്തിലാണ് മിലിറ്ററി. അതുപോലെ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്, കണ്ടോ. തോക്കൊക്കെ ആയിട്ട് നമുക്കൊക്കെ ഇതൊക്കെ ഒരു ഭയങ്കര ഒരു അനുഭവമാണ്. ആദ്യത്തെ അനുഭവമാണേ. സാധാരണ ഇവിടെ ഉള്ളവർക്കൊക്കെ ഇത് പരിചയമാണ്. പക്ഷെ നമ്മളെപ്പോലുള്ളവരൊക്കെ ഒന്ന് കാണുമ്പോൾ, നമ്മളെ പോലീസുകാരും അതൊന്നും ഒരിക്കലും വന്നിട്ടേ ഇല്ല. ഇങ്ങനെ തോക്കൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അതൊരു വ്യത്യസ്തമായ അനുഭവം. ഇതുണ്ടോ, നമുക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്. എത്ര ആൾ വന്നാലും അവരെ അക്സെപ്റ്റ് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാം റെസ്റ്റോറൻറ്റ്, വെജ്, അതുപോലെ ക്ലോത്ത്. മെയിനായിട്ടും ഇവിടെ തുണിയുടെ വ്യാപാരമാണ് കേട്ടോ. ഒരു ഇലക്ട്രിക് വണ്ടിയാണ്. ഒരു ഇലക്ട്രിക് വണ്ടി കണ്ടോ, ഒരു ഫുഡ് കോർട്ടായിട്ട് സെറ്റാക്കി വെച്ചതാണ്. നല്ല രസമുണ്ട്, അടിപൊളിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ പറ്റുമോ ഒന്നും അറിയില്ല. ശരിക്കും അടിപൊളിയാണ്, നല്ല രസമുണ്ട് കാണാൻ. തന്നെ ശരിക്കും യൂസ്ഫുള്ളാണ്. ഒരു ബൈക്ക് ഇതായിട്ട് കൺവേർട്ട് ചെയ്ത് വെച്ച് ഒരു ജ്യൂസ് കുടിക്കാന്ന് വിചാരിച്ചു. തണുപ്പൊക്കെ ഇല്ല, അപ്പോൾ ഒരു ജ്യൂസ് കുടിക്കാം. ഓറഞ്ച് ജ്യൂസ് ഉണ്ട്, ഇതുണ്ടോ, അടിപൊളിയാണ്. ഇതുണ്ടോ മെഷീന്. കിത്തനാ ഭയ്യ? ഏക് ദീജിയെ. ഇത് ശരിക്കും കിനുവാ കേട്ടോ. കിനു ഓറഞ്ചാ, അല്ലാതെ നമ്മുടെ മറ്റേ ഓറഞ്ച് അല്ല. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഓറഞ്ച് അല്ല. കിനു ഓറഞ്ച് ആണ്. കിനു ഓറഞ്ച്. मिक्स करना है नहीं, ऑरेंज अकेला दीजिए, होली ऑरेंज 50 രൂപ ഒരു ജ്യൂസിന്. ഇന്നലെ അടുത്ത് പോയി നമ്മുടെ ആപ്പിൾ ജ്യൂസിന് 100 രൂപ വാങ്ങിച്ചു. ആപ്പിൾ പറിച്ച് നമുക്ക് ജ്യൂസ് അടിച്ച് തന്നിട്ട് നമ്മളെ 100 രൂപ വാങ്ങിച്ച ടീമാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ അവിടെ 100 120 രൂപയേ ഉള്ളൂ, അതിൽ കൂടുതലില്ല. പക്ഷെ കിടു ടേസ്റ്റ് ആയിരുന്നു, അടിപൊളി. ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കും. ഇട്ടെടുത്ത് ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ അകത്തോടെ വേസ്റ്റ് എല്ലാം വരും. കണ്ടോ, ഇതിൽ കൂടെ ജ്യൂസ് ഉണ്ട്. മേലെ കൂടെ ഇങ്ങനെ അതിങ്ങനെ ഞെക്കി താഴോട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കും. അപ്പൊ അങ്ങനെ ജ്യൂസ് വരും. ശരിക്കും ഇത് കൊള്ളാം, ശരിക്കും കൊള്ളാം. നമ്മുടെ നാട്ടിലൊക്കെ അല്ലയോ, അടിപൊളിയാ. കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ജ്യൂസ് കൊടുക്കാൻ പറ്റും. ഇവിടെ ഉണ്ട്, പൈനാപ്പിളും ഉണ്ട് കേട്ടോ. പൈനാപ്പിളും അതും എല്ലാം ഉണ്ട്, കുടിച്ചു നോക്കാം. ഇവരിൻ്റെ അകത്ത് ഉപ്പിടും, ഉപ്പ് വൈറ്റ് സാൾട്ട് ഇടും. വൈറ്റ് അല്ല, റെഡ് സാൾട്ട്. ഈ ലാക് ചൗക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഒരു മാർക്കറ്റാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു മാർക്കറ്റാണ് ഇവിടെ. ഇതുണ്ടോ, ടോയ്സ് കൂടുതലും ഇവിടെ സെറ്ററിന്റെ പരിപാടികളാണ്. ഇതുണ്ടോ, ഇവിടെ ഇല്ലാത്തൊന്നുമില്ല. സെറ്ററുകൾ, എല്ലാ ടൈപ്പ് സെറ്ററുകളും ഉണ്ട്. ചെറിയ ചെറിയ കച്ചവടം, കൂടുതലും തുണിയാണ്. സെറ്റർ ഇതുണ്ടോ, ഉണ്ടോ, ഇവിടുത്തെ പച്ചമുളക് ഉണ്ടോ, ബഡായ്. ഇഞ്ചി ഉണ്ട് ഇവിടെ കേട്ടോ. ഇഞ്ചി ഇവര് മസ്റ്റാ, ചായക്കകത്തൊക്കെ ഇടാൻ വേണ്ടിട്ട് ഇവര് കൂടുതൽ ഇഞ്ചി ഉപയോഗിക്കുവേ. നോക്കി ഷൂ ഏതൊക്കെ ടൈപ്പ് വേണം. ഭയങ്കര ആളാ കേട്ടോ, ഭയങ്കര മാർക്കറ്റാ. ജനം ഒഴുകുവാന്നൊക്കെ പറയുന്നില്ല മാർക്കറ്റില്.
ഇതുണ്ടോ, കണ്ടോ എന്തോ ജനമാ നോക്ക്, ഭയങ്കര ആളാ കണ്ടോ, ഫുള്ള്. അതിനിടയ്ക്ക് കൂടെ ഓട്ടോയ് കാറ് ഒക്കെ ആയിട്ടേ എന്താ നോക്ക്. പുറകിലോട്ട് നോക്കിയേ, കണ്ടോ ഓട്ടം കിടക്കാണ്, കിലോമീറ്ററുകൾ കിടക്കാണ്, കിലോമീറ്റർ നീളത്തിന് മാർക്കറ്റാ. നല്ല ക്വാളിറ്റി സെറ്ററുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. 500 രൂപ കൊടുത്താൽ ആണ്ടാ കിടക്കുന്ന സാധനങ്ങൾ കിട്ടും, തണുപ്പിന്നുള്ള. സ്വർണ്ണപ്പനെ കാണുന്നില്ലല്ലോ, സ്വർണ്ണപ്പ എവിടെ പോയി? ഇതുണ്ടോ സെറ്ററുകള് എല്ലാം, ഇന്നർ കണ്ടോ, ഇലക്ട്രോണിക്സ് ഐറ്റംസ് എല്ലാം ഉണ്ട് കണ്ടോ. ആ കിട്ടി, സ്വർണ്ണപ്പന കിട്ടി. ഇതുണ്ടോ ബൾബ് കണ്ടോ, സോളാർ ബൾബ്. യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്യുന്ന സാധനങ്ങളുണ്ട്. ലൈറ്റ്, സ്റ്റാൻഡ്, എല്ലാ ഐറ്റവും ഉണ്ട്. ഇനിയും കിടക്കുന്നേ ഉള്ളൂ മാർക്കറ്റ്, ഇഷ്ടം പോലെ. തീർന്നിട്ടില്ല, ഇനിയുണ്ട്. ഞങ്ങൾ കുറെ നേരമായിട്ട് നടക്കാൻ തുടങ്ങി, എന്നിട്ടും തീരുന്നില്ല. ഇനിയുണ്ട്. അവിടെ ഒരു പാലമുണ്ട്, ആ പാലത്തിന്റെ മുകളിലെല്ലാം കച്ചവടക്കാരാ, കൂടുതലും ഫുട്പാത്ത് കച്ചവടമാണ് ഇവിടെ കൂടുതലും നടക്കുന്നത്. അവര് കാശ്മീരികൾ തമ്മിലുള്ള അടിയ, നമ്മളവിടെ നിൽക്കണ്ട. ഇതേ ശരിക്കും നമ്മുടെ ഇങ്ങനെ വാങ്ങിക്കുന്നതാ കൂടുതൽ പൈസ. ഈ ഡ്രൈവർമാരൊക്കെ പോയി അവർക്ക് വാങ്ങിച്ചോണ്ട് വരുമ്പോൾ പൈസ കുറവാ. ഈ ടൂറിസ്റ്റുകളാണ് കാണുമ്പോൾ അവരൊരു വേറൊരു റേറ്റാ, ശരിക്കും നോർമലി ഉള്ള ഒരു റേറ്റ് അല്ല. ഇത് കണ്ടോ, ഓട്ടോയുടെ മുകളിൽ ഒരു കാറൊക്കെ വെച്ചിട്ട് പോകുന്നുണ്ട്. നല്ല രസമുണ്ടേ, ആകെപ്പാടെ നല്ല രസമാണ്. ഇവിടുത്തെ ഒരു ഓളം എല്ലാം കൊള്ളാം, ഭയങ്കരമായിട്ട് ഇടം ചെയ്യുന്നുണ്ട്. പോലീസുകാരും ഒക്കെ ഉണ്ട് ഇവിടെ. ഫുള്ള് ഇത് തന്നെ കേട്ടോ. ഇടയ്ക്ക് പച്ചക്കറി ഉണ്ടോ. ഇത് ഹീറ്ററാണ്, ഇതെല്ലാം ഹീറ്ററാ, മുറിയിലേക്കുള്ള ഹീറ്ററുകളാണ്. ഇവിടെ എല്ലാം ഇഷ്ടിയാണ് ഫുള്ള്. ടൊമാറ്റോ നല്ല ഫ്രഷ് ടൊമാറ്റോ ഇരിക്കും. അങ്ങനെ അല്ല, അതുകൊണ്ടോ തിരക്കുണ്ടോ അവിടുത്തെ, എന്തോ മാർക്കറ്റാ എൻ്റെ അപ്പ. കിലോമീറ്ററുകള് വായിച്ചു കിടക്കുന്ന മാർക്കറ്റാണ് ഇവിടെ ഉള്ളത്. ആ CR5 വണ്ടി ഫുള്ള് അവരുടെ ഒരു ഇതാ ഇവിടെ. ഇതിനിടയ്ക്ക് സഞ്ചി വിൽക്കുന്നുണ്ട്, ഷൂസ് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തൂടെ പോകാം. ഇതാകുമ്പോ 2 സൈഡും കണ്ടുപോവാം. ഇത് താള് ഇതുണ്ടോ, 400 രൂപയ്ക്കൊക്കെ നല്ല അടിപൊളി സെറ്റർ കിട്ടും. 400 രൂപ. ഫ്രൂട്ട്സ് ഇതുണ്ടോ, പൂവുകളുണ്ട്. ഇത് ഫുട്പാത്താണേ. ഫുട്പാത്ത് എല്ലാം കയറി കച്ചവടമാണ്. ഇതുവഴി അങ്ങനെ പോകാനും പറ്റത്തില്ല, എല്ലാം വണ്ടി കണ്ടോ, വണ്ടി ഫുള്ള് ബ്ലോക്കാണ്. കമ്മല് ഒക്കെ ഉണ്ട്, നോക്കാം. കാശ്മീരി കല്ല് വിൽപ്പനയൊക്കെ ഉണ്ട്, അതിലൊക്കെ ഒരു പണി. ഇത് ചെരുപ്പുണ്ടോ, അടിപൊളിയാണ്. നമുക്ക് വീടിനകത്തൊക്കെ ഇടാനേ പറ്റിയ ചപ്പൽസ് ആയത്, കൊള്ളാം, അടിപൊളി. കീ ചെയിൻസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടും ഇവിടെ. ഇവരൊക്കെ ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് എല്ലാം പറക്കി കെട്ടിപ്പോകും. ഇപ്പോഴത്തേക്ക് ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു കച്ചവടം ഇവിടെ. ശരിക്കും ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ കച്ചവടം വരുന്നത് കേട്ടോ. കമ്മലുണ്ട്, കാശ്മീരി കമ്മൽസ് നോക്കാം. ഇവിടെ ക്ലോക്കൊക്കെ കിടക്കുന്നുണ്ട്, ഇഷ്ടംപോലെ ക്ലോക്കുണ്ട്. വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്. മഷ്റൂം ഉണ്ട്, ഇതുണ്ടോ മഷ്റൂം, അടിപൊളി. ഇതുണ്ട് അടുക്കി വെച്ചാൽ നല്ല രസമാണ്.
ഇനി ഇങ്ങോട്ട് വെജിറ്റബിൾ മാർക്കറ്റാ കേട്ടോ. പച്ചക്കറി, ഫ്രൂട്ട്സ്, ഇതുണ്ട് അച്ചാറെല്ലാം ഇട്ട് വെച്ചാൽ. പിക്കിൾസ് ആണ്, പിക്കിൾസ്, പിന്നെ ഫ്രൂട്ട്സ്, എല്ലാ സാധനവും ഉണ്ട്. ഇതുണ്ട് ഗുവാസ്, ഓറഞ്ച്. പക്ഷെ ഇവര് ഈ പിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അതൊരു പിക്കിളില്ലാതെ ഇവിടെ ഒരു പരിപാടിയില്ലേ. അടിപൊളി. ഇങ്ങനെ ഓരോ സെക്ഷനാണ് കേട്ടോ. ഇവിടെ എല്ലാം ഇങ്ങനെ നല്ല മണം. പേരക്കാടെ ഉണ്ടോ, പഴുത്ത പേരക്ക കിടക്കുന്നുണ്ടോ? ഇതുണ്ടോ, എന്തോ രസം നോക്കിക്കണ്ടോ. അടിപൊളി, അടിപൊളിയാണ്. പിന്നെ തീർന്നിട്ടില്ല മാർക്കറ്റ് കണ്ടോ. ലാൽ ചൗക്ക് മാർക്കറ്റ്. നമ്മൾ കണ്ടു. ഇതുണ്ടോ മാർക്കറ്റ്, തീർത്തേ ഇല്ലേ. കണ്ടോ, ഇതാണ് മാർക്കറ്റ്. എല്ലാം നടന്ന് കാണിക്കാൻ പോയാല് ഒരു ദിവസം എടുക്കും. ഒരു ദിവസം എടുത്താലും തീരുന്നില്ല. അതുപോലെ കിടക്കും. അടിപൊളി, സൂപ്പറായി. എല്ലാ സാധനവും ഉണ്ട് ഇവിടെ കേട്ടോ. എല്ലാ ഐറ്റംസും ഉണ്ട്. എന്തോരം ജനം. പിന്നൊരു എണ്ണം ഉണ്ട്. എന്തുവാ, താമര ആണോ? താമരയുടെ താമര തണ്ട്, ലോട്ടസ് കായന, ഓമയ്ക്ക. ഇവിടെ മല്ലിപ്പൊടി, മുളക് പൊടി കണ്ടോ, ഗരം മസാല. കാശ്മീരിലെ മീൻ കണ്ടിട്ടുണ്ടോ? ഇതാണ്. ഇവിടെ എല്ലാം മീനാണ്, മീനിന്റെ കടകളാണ്. ഇതല്ല ഈ തടാകത്തിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ പിടിക്കുന്ന മീനുകളാണ്. ഇന്നലെ ഞങ്ങൾ കഴിച്ചായിരുന്നു. നമ്മുടെ അവിടുത്തെ ചേറുമീൻ്റെ ഒക്കെ വേറൊരു സംഭവമായിരുന്നു. ഇതുണ്ടോ, മട്ടൺ ബാർബിക്യൂ, സ്ട്രീറ്റ് ഫുഡ്. ഒന്ന് കണ്ടു നോക്കാം. ഇതുണ്ടോ, അയ്യോ ഇവിടെ ഇങ്ങനെ വെച്ചേക്കാണേ. കണ്ടോ, ഇങ്ങനെ കനലിൻ്റെ അകത്ത് ഇങ്ങനെ ചുട്ട്. ഉണ്ടോ, ചപ്പാത്തി നയിച്ചേ അക്കല്ല കായ. ഇതുണ്ടോ, 100 രൂപയാണ് ഇത്ര മട്ടണം. എൻ്റെ കൂടെ ചമ്മന്തിയോ ചട്നി ഒക്കെ ഉണ്ട്. എല്ലാം ഉണ്ട് കേട്ടോ. എല്ലോട് കൂടിയാ. സത്യം പറയാൻ കാശും ഉള്ളതില്ല. ഇതുണ്ട്, ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. രാത്രിയിൽ ഇച്ചിരൂടെ നൈറ്റ് ആയാല് നല്ല രസമായിരിക്കും. പക്ഷെ നമ്മള് ഇനിയും കുറെ ദൂരം പോകാനുള്ളതുകൊണ്ട് നമ്മൾ വണ്ടി വിടുവാണ്. അടിപൊളി, ലൈറ്റൊക്കെ ചെയ്തിട്ട് സൂപ്പറായിട്ടുണ്ട്. ഇങ്ങോട്ട് നടന്നപ്പോഴേ ഇതുണ്ടോ, വേറെ ഭയങ്കര മാർക്കറ്റാണേ. ഇതെല്ലാം തുണികളാണ്. തുണികള്, കമ്മല് ഒക്കെ ഉണ്ട്. കത്ത് റേറ്റ് ഒക്കെ വാങ്ങിക്കോ, അറിയില്ല. എന്തായാലും അടിപൊളി. എന്തോ ജനമാണ് നോക്കിക്കൊണ്ടോ. ഞായറാഴ്ച സൺഡേ മാർക്കറ്റാ. ഓ, നല്ല കമ്മലുണ്ട് നോക്കാൻ. എല്ലാ ഇരിക്കുന്നുണ്ടോ. ഇതുണ്ടോ, ഇത് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ആണ്. 150 രൂപ പറഞ്ഞു. ഉണ്ടോ, എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. ഇതൊരു ചെറിയ മാർക്കറ്റാ. ഉണ്ടോ, ഭയങ്കര മാർക്കറ്റാ. അതിൻ്റെ ആകമല്ല ചെറിയ കണ്ട്. ചെറിയ 2-3 ക്വാളിറ്റിയിലുണ്ട്. വിലയും ചോദിച്ചോ, മുടിഞ്ഞ വിലയായിരിക്കും ചോദിക്കും. അറിയത്തില്ല, ചോദിച്ചോ. 30 രൂപ വാങ്ങിച്ചു. ഇതാൻ നോക്കാവേ. കച്ചവടമാണ്. എന്തോ ജനമാ, ടൂറിസ്റ്റും നാട്ടുകാരും എല്ലാം ആയിട്ട്. നോക്കിയേ, കണ്ടോ, എന്തോ തിരക്കാ നോക്കി. കണ്ടോ, ഒരു രക്ഷയില്ലേ, ഒരു രക്ഷയില്ലാത്ത ആൾക്കാര്. ഫുള്ള്. നമ്മുടെ അവിടൊക്കെ ഉത്സവപ്പറമ്പിൽ പോലും ഇല്ല ഇത്രയും തിരക്ക്. എന്തോ ജനമാ വന്ന് ചാടുന്നത്. ഓ, ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഹാങ്ങിങ് ഊഞ്ഞാലുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ എല്ലാം ഇരിക്കാം കേട്ടോ. അടിപൊളിയാണ്. ചെന്ന വേണമെങ്കിൽ നാടിക്കോ. എന്തായാലും കാശ്മീരി വന്ന് ഊഞ്ഞാലടിയില്ല എന്ന് ആരും പറയത്തില്ലേ. ആടത്തില്ലല്ലേ, ഇങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. ഉറപ്പിച്ച് വെച്ചേക്കോ.
ये क्या है भैया? क्या है? गाजर का हलवा। गाजर का हलवा मीठा है? स्वीट है। एक दीजिए। ക്യാഷ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഗാജർ ഹൽവ തൂക്കമാണ് കേട്ടോ. പട്ടാക്കാരാണ് കേട്ടോ ഗോപി. ഇവിടെ അവരുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അടിപൊളിയാണ് കാണാൻ. സൂപ്പറല്ലേ സോണപ്പ? അടിപൊളിയാണ്. ഇവിടെ നമുക്കിങ്ങനെ ഇരിക്കാം. രണ്ട് സൈഡിലും ബിൽഡിങ്ങുകളും ഒക്കെ ആയിട്ട്. ഇതുണ്ടോ? ഓ, താഴെ ലൈറ്റൊക്കെ ഉണ്ട്. ഫ്ലോറിങ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് അല്ലേ? നല്ല തണുപ്പാണ് കേട്ടോ. നമുക്കൊരു രക്ഷയില്ല. ഇങ്ങനെ തണുത്ത് വിറയ്ക്കാന്നൊക്കെ പറയത്തില്ല. അപ്പോൾ ഇച്ചിരിയൊക്കെ തണുപ്പാകുമ്പോൾ എന്തോ ചെയ്യും? അയ്യോ, അടിപൊളി.